AI ക്യാമറകൾ സ്ഥാപിച്ച് 2 വർഷത്തോടടുക്കുമ്പോൾ ഇതുവരെ പിഴ ചുമത്തിയത് 500 കോടിയിലധികം രൂപ. 86 ലക്ഷത്തിലധികം നിയമലംഘനങ്ങൾ AI ക്യാമറകൾ കണ്ടെത്തിയിട്ടുണ്ട്. 232 കോടി രൂപ ചെലവിലാണ് സംസ്ഥാനത്ത് AI ക്യാമറകൾ സ്ഥാപിച്ചത്. ജൂൺ 5 മുതലാണ് സംസ്ഥാനത്ത് AI ക്യാമറകൾ പ്രവർത്തനം തുടങ്ങിയത്. ക്യാമറകൾ സ്ഥാപിച്ച് 18 മാസം പൂർത്തിയാകുമ്പോഴാണ് പിഴ ചുമത്തിയ തുക 500 കോടി കടന്നത്. 2024 നവംബർ 30 വരെയുള്ള കണക്ക് പ്രകാരം 565 കോടി 16 ലക്ഷത്തിലധികം രൂപയാണ് പിഴ ചുമത്തിയത്. 86,78,000 നിയമലംഘനങ്ങൾ ഈ കാലയളവിൽ കണ്ടെത്തി. സംസ്ഥാനത്ത് സ്ഥാപിച്ച 726 AI ക്യാമറകളിൽ 661 ക്യാമറകളാണ് നിലവിൽ പ്രവർത്തനക്ഷമം. 65 ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. AI ക്യാമറയുടെ പിടിയിൽ കുടുങ്ങിയവരിൽ അധികവും ഇരുചക്രവാഹനത്തിലെ യാത്രക്കാരാണ്. കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ പകുതിയിൽ ഏറെ വരും ഇത്. ഹെൽമറ്റ് ധരിക്കാതെയുള്ള നിയമലംഘനം നടത്തിയവരാണ് ചെലാൻ ലഭിച്ചവരിൽ ഏറെയും. 48 ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് ഹെൽമറ്റ് ധരിക്കാത്തതുമായി ബന്ധപ്പെട്ട് AI ക്യാമറ കണ്ണിൽ കുടുങ്ങിയത്. ഇതിൽ 30 ലക്ഷത്തോളം പേർക്ക് ഹെൽമറ്റ് ഇടാതെ വാഹനം ഓടിച്ചതിനും 18 ലക്ഷത്തോളം പേർക്ക് ഹെൽമറ്റ് ഇടാതെ പിൻസീറ്റിൽ യാത്ര ചെയ്തതിനുമാണ് പിഴ ചുമത്തിയത്. സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിന് 20 ലക്ഷത്തോളം നിയമലംഘനങ്ങളാണ് AI ക്യാമറ കണ്ണിൽ കുടുങ്ങിയത്. 565 കോടി രൂപയുടെ പിഴ ചുമത്തിയെങ്കിലും 100 കോടി രൂപയിൽ താഴെയാണ് പിഴ തുകയായി പിരിഞ്ഞു കിട്ടിയത്. പിടികൂടുന്ന നിയമലംഘനങ്ങളിൽ 30% താഴെ മാത്രം ആളുകളാണ് പിഴ അടയ്ക്കുന്നത്. നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ നടത്തുന്നത് പോലെ പിഴ കൂടുതലായി അടയ്ക്കുന്നതും ബൈക്ക് യാത്രക്കാരാണ്. ആവർത്തിച്ച് നിയമലംഘനങ്ങൾ നടത്തുന്നവരും കുറവല്ല. പിഴ ചുമത്തിയവർക്ക് മൊബൈൽ ഫോൺ സന്ദേശം ലഭിച്ച് 1 മാസത്തിനകം തുക ഓൺലൈനായി അടയ്ക്കാൻ കഴിയും. അല്ലാത്തപക്ഷം കേസ് വെർച്വൽ കോടതിയിലേക്ക് മാറും. അവിടെയും ഓൺലൈനായി പിഴയടയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലും വീഴ്ച വരുത്തുന്നതോടെയാണ് കോടതി നടപടികളിലേക്ക് കടക്കുന്നത്. പിഴ ഈടാക്കുന്ന വാഹനങ്ങൾക്ക് പിഴ ഒടുക്കാതെ RTO സേവനങ്ങൾ ലഭ്യമാകില്ലെന്നതിനാൽ അല്പം വൈകിയാലും പിഴ ചുമത്തപ്പെട്ടവർ തുക അടയ്ക്കേണ്ട സാഹചര്യമാകും വന്നുചേരുക. ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ആസിഫ് മുഹമ്മദ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. ആസിഫ്, 2 വർഷത്തോട് അടുക്കുമ്പോൾ പിഴ തുക 500 കോടിയിൽ അധികമാണ്. 86 ലക്ഷത്തിലധികം നിയമലംഘനങ്ങൾ AI ക്യാമറയുടെ കണ്ണെത്തിയിട്ടുണ്ട് ഇവയിലെല്ലാം. അപ്പോഴും വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത്. അതൊരു വൈരുദ്ധ്യം തന്നെയല്ലേ? എന്താണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ലക്ഷ്മി, തീർച്ചയായും 2023 ജൂൺ 5-നാണ് ഇത്തരത്തിൽ AI ക്യാമറകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നത്. ഈ വർഷം ജൂൺ 5 ആകുമ്പോൾ 2 വർഷം പിന്നിടുകയാണ്. ഇപ്പോൾ 18 മാസം പൂർത്തിയാകുമ്പോഴേക്കും 500 കോടി രൂപയ്ക്ക് മുകളിൽ പിഴയായി ചെല്ലാൻ അയച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 565 കോടി രൂപയാണ് ഇതുവരെ പിഴ. 565 കോടി 16 ലക്ഷം രൂപ ഇതുവരെ ഈ ഒരു 18 മാസത്തെ കണക്ക് പ്രകാരം ഇപ്പോൾ ഇത്തരത്തിൽ പിഴയായി ചെല്ലാൻ അയക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമലംഘനങ്ങളുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ മൊത്തം 86,78,000 നിയമലംഘനങ്ങളാണ് ഈ ഒരു കാലയളവിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ 726 AI ക്യാമറകൾ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചതിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് 661 ക്യാമറകളാണ്. 65 ക്യാമറകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അതിൽ ചില ക്യാമറകൾ ഈ ദേശീയപാതയുടെ ജോലിയും മറ്റും നടക്കുന്നതിനാലും മറ്റും ചില ഭാഗങ്ങളിലുള്ള ക്യാമറകൾ താൽക്കാലികമായി അത് പ്രവർത്തനം നിർത്തിവെച്ചിട്ടുണ്ട്. ചില ക്യാമറകൾ ചില സാങ്കേതിക തകരാറ് മൂലം നിർത്തിവെച്ചിട്ടുണ്ടെങ്കിൽ 65 ക്യാമറകളാണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണക്ക് എന്ന് പറയുന്നത് 565 കോടി രൂപയുടെ പിഴ തുക ചുമത്തുകയും ചെല്ലാൻ അയക്കുകയും ചെയ്തുവെങ്കിൽ പോലും 100 കോടി രൂപയിൽ താഴെയാണ് ഇത്തരത്തിൽ പിഴത്തുകയായി പിരിഞ്ഞു കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഏകദേശം 97 കോടി 40 ലക്ഷം രൂപ മാത്രമാണ് ഈ ഒരു കാലയളവിൽ പിഴത്തുകയായി പിരിഞ്ഞ് സർക്കാരിലേക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ പിഴ ചുമത്തുന്ന
നടത്തുന്നവരിൽ ഏകദേശം 30% താഴെ മാത്രം ആളുകളാണ് പിഴ തുക ഒടുക്കാൻ തയ്യാറാകുന്നത്. നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്വാഭാവികമായും ബൈക്ക് യാത്രക്കാർക്കാണ് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ബൈക്ക് യാത്രക്കാർ നടത്തുന്ന നിയമലംഘനങ്ങളാണ് ഏറ്റവും കൂടുതലായി കണ്ടെത്തപ്പെടുന്നത്. അതിൻ്റെ എണ്ണം നമുക്ക് പരിശോധിച്ചാൽ ഏകദേശം 48 ലക്ഷത്തോളം ബൈക്ക് യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഹെൽമറ്റ് ധരിക്കാത്തവരാണ്. മുൻസീറ്റിൽ ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചവരുണ്ട്, പിൻസീറ്റിൽ ഇരുന്ന് ഹെൽമറ്റ് ധരിക്കാതെ യാത്ര ചെയ്തവരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 ലക്ഷത്തോളം പേർ ഹെൽമറ്റ് ഇടാതെ യാത്ര ചെയ്ത വകയിലും 18 ലക്ഷത്തോളം പേർക്ക് ഹെൽമറ്റ് ഇടാതെ പിൻസീറ്റിൽ യാത്ര ചെയ്ത വകയിലും ഇത്തരത്തിൽ ചെല്ലാൻ അയക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, ഈ ഏറ്റവും കൂടുതൽ പിഴ ചുമത്തപ്പെടുന്നത് ഈ ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പിഴ ഒടുക്കുന്നതും ഇരുചക്ര വാഹന യാത്രക്കാരാണ് എന്നുള്ളതും ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിന് 20 ലക്ഷത്തോളം ആളുകൾക്ക് ആ ഇനത്തിൽ പിഴ ചുമത്തപ്പെട്ടിട്ടുണ്ട്. ഏതായാലും AI ക്യാമറ സ്ഥാപിച്ച തുക എന്ന് പറയുന്നത് ഏകദേശം നമുക്കറിയാം 250 കോടിയോളം രൂപ ചെലവിലാണ് AI ക്യാമറ സ്ഥാപിച്ചത്. 232 കോടി രൂപ ചെലവിലാണ് എന്തായാലും ചെല്ലാൻ അയച്ചത്. അതായത് പിഴത്തുകയായി അയച്ചത് തന്നെ ഏകദേശം 565 കോടിക്ക് മുകളിലേക്ക് ഇപ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഇടക്കാലത്ത് സ്വാഭാവികമായും മറ്റ് ചെലവുകളും കൂടി വരുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്. ഇതിന്റെ നവീകരണം, അതുപോലെ ഇതിന്റെ നോട്ടീസ് ചെലവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ സ്ഥാപിച്ച തുകയിലേക്കാൾ കൂടുതൽ പിഴയായിട്ട് ഈടാക്കി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണക്കുകൾ നോക്കുമ്പോൾ. അതുകൊണ്ട് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ആസിഫ് മുഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.